ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന അടിപൊളി ഒരു മാഗിയുടെ റെസിപ്പിയാണ്. അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതാണ് കേട്ടോ. ഒത്തിരി സാധനങ്ങളൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാഗി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഓടിപ്പോയി നോക്കാവേ. അപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്ത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവാളയും കൂടി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട്. ഇനി ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ കുനുകുനോന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയുള്ളി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. കുഞ്ഞായിക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ചായയും ഇതും കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ചൂട് ചായയും കൂടെ കുടിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ സവാളയൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഏകദേശം. അന്നേരത്തേക്ക് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. ഈ ക്യാരറ്റിൻ്റെ ഈ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതിയേ. അപ്പോൾ ഈ സവാളയും ക്യാരറ്റിനും ആവശ്യമുള്ള ഉപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് ഉപ്പൊന്നും വേണ്ട. നമ്മൾ ഇപ്പി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പിക്കകത്ത് ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കാറില്ലല്ലോ. അപ്പം ഈ സവാളയ്ക്കും ക്യാരറ്റിനും ആവശ്യമുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇച്ചിരി എരിവൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ഇച്ചിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ മിസ്സായതാണ് കേട്ടോ. മുളക് പൊടി, ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഇപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. എല്ലാം നമ്മൾ എടുക്കുന്ന ഐറ്റംസിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ഇപ്പിയുടെ മസാല തന്നെയാണ്. 2 പാക്കറ്റ് മസാല ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു 3 പീസ് ഇപ്പിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ 2 പാക്കറ്റ് മസാലയും അല്ലാതെ പൊടികളും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഈ കപ്പിന് 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇപ്പി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ വെള്ളം പെട്ടെന്നൊന്ന് തിളച്ച് വരുവാനായിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അടച്ചു കൊടുക്കാം. അടച്ച് വെച്ചപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇപ്പി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇടയ്ക്കിടയ്ക്ക് അത് പൊടിഞ്ഞു പോയായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണതാണ് കേട്ടോ. താഴെ വീണ് പൊടിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഒരു 3 എണ്ണം ഏകദേശം ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എനിക്ക് എപ്പം ഇപ്പി ഉണ്ടാക്കണമെങ്കിലും ഞാൻ ഇതുപോലെയാണ് അത് കുത്തി പൊട്ടിക്കും. എനിക്കങ്ങനെ ഒരുമാതിരി ഒത്തിരി പുഴു പോലെ ഇരിക്കുന്നതൊന്നും എനിക്കിഷ്ടമില്ല. മുറിഞ്ഞ് കിടക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞായിക്കും അങ്ങനെ ഒരുപാട് നീണ്ടിരിക്കുന്ന ഇഷ്ടമില്ല. ചില കുട്ടികൾക്കൊക്കെ അത് നീണ്ടിരിക്കുന്നതല്ലേ ഇഷ്ടം. പക്ഷേ അവനത് ഇഷ്ടമില്ല, എനിക്കും അത് ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ഞാനിതുപോലെ കുത്തി പൊട്ടിച്ച് ആ മസാലയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരാനായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്ത് എന്നെപ്പോലെ വട്ടത്തരം ഒന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് വെന്ത് സെറ്റായി വരുമല്ലോ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ. നല്ല മണമാണ്. ഇപ്പം തന്നെ ഒരു സ്പെഷ്യൽ മണമാണ് വരുന്നത്. കാരണം നമ്മൾ സാധാരണ ഇപ്പി ഉണ്ടാക്കുമ്പോൾ ഈ മസാലകളൊന്നും ആഡ് ചെയ്യാറില്ല. ഇപ്പി മസാല മാത്രമല്ലേ ആഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അത് വെന്ത് സെറ്റായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരു
പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരു പിഞ്ച് ഉപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഈ മുട്ടയൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാവേ. ഇതുപോലെ നന്നായിട്ട് ഇളക്കി ചിക്കിയെടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ വേണം ചെയ്ത് ചിക്കിയെടുത്ത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇല്ല ഇപ്പം ഇപ്പി ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് തന്നെ മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് അതിൽ തന്നെ ചിക്കിയെടുക്കാനാണെങ്കിൽ ഉളുമ്പ് ചുവ ഉണ്ടാവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ മറ്റൊരു പാത്രത്തിൽ ഇതുപോലെ ചിക്കിയിട്ടതിന് ശേഷം നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇപ്പിയിലേക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കി എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കുമേ. ഇതാ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇപ്പി ഇതുപോലെ ഒന്ന് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചിക്കി വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തയ്യാറാക്കി ഒന്ന് നോക്കണം. കുറച്ച് പേർക്കെങ്കിലും ഇതുപോലെ തയ്യാറാക്കാൻ അറിയാത്തവർ കാണുമല്ലോ, അവർക്കായിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങൾ ഇനി ഇപ്പിയൊക്കെ ഇഷ്ടമുള്ളവർ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നേക്കരുത്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇപ്പി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം വേഗം കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ. അപ്പം ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പിയായിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.